ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രാമൊഴി ചൊല്ലി ലോകം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കബറടക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സാന്താ മരിയ മജോറെ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം ഒരുക്കിയത്. കർദിനാൾ ജൊവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പുരോഹിത ശ്രേഷ്ഠന് വിട ചൊല്ലാൻ ജനസാഗരമാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. കർദിനാൾ ജൊവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രാർത്ഥനാ ചടങ്ങ് വചന സന്ദേശത്തിൽ മാർപ്പാപ്പയെ അനുസ്മരിച്ച് കർദിനാൾ ബാറ്റിസ്റ്റ ലോകസമാധാനത്തിന് ആഹ്വാനം ചെയ്തു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ, കർദിനാൾമാർ ജോർജ് ജേക്കബ് കൂവക്കാട്, മേജർ ആർച്ച് ബിഷപ്പ് ഇമിരേറ്റ്സ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ സഹകാർമ്മികരായി. പ്രത്യേക താളത്തിൽ പള്ളിമണികൾ മുഴങ്ങി. ശേഷം പ്രിയപ്പെട്ട സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയോട് വിട ചൊല്ലി വിലാപയാത്രയായി 4 കിലോമീറ്റർ അകലെയുള്ള സെന്റ് മേജർ ബസിലിക്കയിലേക്ക് കൊളോസിയം വഴി പോപ്പ് മൊബൈൽ വാഹനത്തിൽ അന്ത്യയാത്ര. ലോക നേതാക്കൾ അനുഗമിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയെ അവസാനമായി കാണാൻ വത്തിക്കാൻ്റെ തെരുവീഥികളിൽ ജനപ്രവാഹമെത്തി. ഏറെ പ്രിയപ്പെട്ട സാന്താ മരിയ മജോറയിലേക്ക് 50 പേർ മാത്രം പങ്കെടുത്ത അന്ത്യവിശ്രമ ചടങ്ങ്. കർദിനാൾ കെവിൻ ഫാരലിൻ്റെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ. 3 പെട്ടികളിൽ മാർപ്പാപ്പമാരെ സംസ്കരിക്കുന്ന പതിവ് രീതിയിൽ നിന്ന് വിഭിന്നമായിരുന്നു പാപ്പയുടെ കബറടക്കം. കോർപ്പറേറ്റ് ന്യൂസ്, തിരുവനന്തപുരം.